ഹലോ ഗായ്സ്, വെൽക്കം ടു മദർഹുഡ് ഫാമിലി. ഇത് ഞാൻ നിങ്ങളുടെ ജോസ്മി. ഓക്കെ, അപ്പോൾ ഞാൻ യെസ് ഇവിടേക്ക് എന്തൊരു പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ റെഡി. ഇന്ന് ഞാനായിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഷൂട്ടിങ്ങിന് വരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല, അങ്ങനെ ഒരു മൂഡിലല്ല ഞാനുള്ളത്. പക്ഷേ എന്നിട്ട് പോലും ഞാനിന്ന് വന്നത് നിങ്ങളെ എൻ്റെ ഈ ഒരു അവസ്ഥയെ തന്നെ എന്നെ കാണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം എന്ന് കരുതിക്കൊണ്ടാണ്. ഓക്കെ, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. സ്പെക്സ് കണ്ടല്ലോ, സ്പെക്സ് എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹെഡേക്ക്. ഓക്കെ, നല്ല ഹെഡേക്ക് ഉണ്ട് എനിക്കിന്ന്. അതായത് എനിക്ക് എൻ്റെ ഫേസിലൊരു ക്രീം പോലും ഞാൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്ര അവസ്ഥയിലാണ് ഞാൻ. കണ്ടോ, ഇതാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണെന്നുള്ളത്. എൻ്റെ റിയൽ ഫേസാണ് ഈ കാണുന്നത്. ഒന്നുമില്ല, ഫേസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു നിഷേധത്തരം അല്ലെങ്കിൽ ഒരു അനുസരണയില്ലായ്മ അല്ലെങ്കിൽ എൻ്റെ ഒരു ശ്രദ്ധയില്ലായ്മ കാരണമാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പെയിൻ അനുഭവിക്കുന്നത്. നന്നായി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ഒരു ഹെഡേക്ക് കാരണം. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അത് പക്ഷേ ആ മൈഗ്രെയിൻ എനിക്കൊരു മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുള്ള മൈഗ്രെയിൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള എൻ്റെ ഈ ഒരു ഹെഡേക്ക് എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസിയോടുകൂടി എനിക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊരു ഇൻഫർമേഷൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ സംസാരത്തിൽ തന്നെ ഒരു കുറച്ച് തണുപ്പത്തരം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് എങ്ങനെ അങ്ങോട്ട് ഉഷാറാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ വന്നതാണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം നമ്മൾ പില്ലോ ഉപയോഗിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പം ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവരോടായിട്ട് ഞാൻ പറയുകയാണ്, ഉപയോഗിക്കരുത്, ഉപയോഗിക്കാനേ പാടില്ല. അതിൻ്റെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പില്ലോ ഇല്ലാതെ ഒരു തുള്ളി ഉറക്കം പറ്റാത്ത ഒരാളാണ് ഞാൻ. പില്ലോയും ഞാൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഇപ്പം എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പില്ലോ എൻ്റെ ഒരു ശത്രുവാണോ അതോ മിത്രമാണോ എന്നുള്ളത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട്, കാരണം ഞാൻ അങ്ങനെയാണ് പില്ലോയോടുള്ള എൻ്റെ ഒരു പെരുമാറ്റം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ജീവനോടെ കിട്ടുന്ന ഒരു പില്ലോ രാത്രിയിൽ വെളുപ്പിനെ ഉറക്കം എണീക്കുമ്പോഴത്തേക്കും ഞാൻ അതിനെ ഡെഡ് ബോഡി ആക്കി കൊടുക്കും. മീൻസ് അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്യും പില്ലോ ആയിട്ട്. നിങ്ങൾ കുറേ പേരൊക്കെ അങ്ങനെ ഉണ്ടാകുമായിരിക്കും, ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് പില്ലോ കൈ കിട്ടിയാൽ ഞാൻ ആ പില്ലോ സ്ട്രെയിറ്റായി കിട്ടുന്ന ആ പില്ലോനെ ഞാൻ വേണമെങ്കിൽ ഒന്ന് മടക്കും, എന്നിട്ട് എൻ്റെ തല വെക്കും. തല വെച്ചിട്ട് എനിക്ക് കംഫർട്ട് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഞാൻ 4ആയിട്ട് മടക്കും. ഒരു പില്ലോനെയാന്ന് ഓർക്കണം, ഒരു പില്ലോനെ നമുക്ക് എത്രത്തോളം മടക്കാൻ പറ്റും? മടക്കാനേ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു പില്ലോനെ ഞാൻ 4ആയിട്ട് മടക്കും, വേണേൽ 5ആയിട്ട് മടക്കും, 6ആയിട്ട് മടക്കും. ഓടിച്ച് കൂട്ടി അതിനെ നശിപ്പിച്ച് ഒരുമാതിരി റേപ്പ് ചെയ്യുന്ന അവസ്ഥയിൽ അതിനെ ആക്കിയിട്ട് ലാസ്റ്റ് എനിക്ക് പറ്റുന്ന ഒരു സേഫായിട്ടുള്ളൊരു പൊസിഷൻ എനിക്ക് വരും. മീൻസ് അത് എൻ്റെ തലയ്ക്ക് കംഫർട്ടായിട്ടുള്ളൊരു രീതി വരും. ഞാൻ അങ്ങനെ തല അതേ വെക്കും. ആ ഒരു പില്ലോനെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും കണ്ടാൽ നമുക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഞാൻ എത്രമാത്രം ക്രൂരത ഞാൻ ആ പില്ലോയോട് കാണിക്കുന്നല്ലോ എന്നുള്ളൊരു കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടും, അമ്മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് നല്ല പില്ലോ ഒന്നും തരില്ല, ഏറ്റവും മോശമായിട്ടുള്ള പില്ലോ തരുള്ളൂ. കാരണം ഞാൻ അതിനെ നശിപ്പിക്കാൻ പോകുമെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. അപ്പോൾ പില്ലോ ഇല്ലാതെ കാരണം പില്ലോ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ തലയ്ക്കടിയിൽ ഒരു പില്ലോ ഉണ്ടാവും, എനിക്ക് കെട്ടിപ്പിടിക്കാനൊരു പില്ലോ ഉണ്ടാവും. അപ്പോൾ പില്ലോ ഞാൻ തമ്മിലൊരു ബന്ധം അതാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പം എന്താ പറയുക, സിസേറിയൻ കഴിഞ്ഞ് ഞാൻ ഒബ്സർവേഷൻ റൂമിലോട്ട് പോയ സമയത്ത് പോലും എനിക്കൊരു പില്ലോ ഇട്ടിട്ടില്ല. മീൻസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബെഡിലാണ് ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ, പിന്നെ കുഞ്ഞിനെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ കണ്ണ് തുറന്നിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം റൂമിലോട്ട് എന്നെ എത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഉറങ്ങുന്നത്. ഉറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ബിക്കോസ് എനിക്ക് പില്ലോ ഇല്ലാത്തതിന് കാരണം അവിടെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പത്തെ ഒരു വീഡിയോയിൽ, അവിടെ നമ്മുടെ അമ്മമാരെ പോലെയുള്ളൊരു നേഴ്സ് ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ പില്ലോ ഉപയോഗിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പില്ലോ ഇല്ലാണ്ടോ എനിക്ക് പറ്റൂല ചേച്ചി, എനിക്കൊന്ന് ഉറങ്ങണം, എനിക്ക് അത്രയ്ക്ക് ക്ഷീണമുണ്ട്. കാരണം ഞാൻ അതിൻ്റെ തലേന്ന് മരുന്നൊക്കെ വെച്ചതിൻ്റെ വക ഉറങ്ങാത്ത അവസ്ഥ അതിൻ്റെ തലേന്നുണ്ട്.
പിറ്റേ ദിവസം ഒബ്സർവേഷനിൽ കിടത്തിയതിൻ്റെ വക പില്ലോ ഇല്ലാത്തതിൻ്റെ അവസ്ഥ അത് ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ 2 ദിവസത്തെ ഉറക്കം എൻ്റെ കണ്ണിലുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഉറങ്ങണം ചേച്ചി. അപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ വെക്കരുത്, ചേച്ചി പറയുന്ന കേട്ടോ, മോള് വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ മോളുടെ പെടലിക്ക് വേദനയുണ്ടാവും, അതിലൂടെ തലയ്ക്ക് വേദനയുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആണല്ലേ ചേച്ചി, എന്നാൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അനുസരണയുള്ള പുത്രിയായിട്ട് ഞാൻ പില്ലോ മാറ്റി വെച്ചു. ആ ചേച്ചി അത് പറഞ്ഞു പോയി. ചേച്ചി പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താക്കി, അവിടെ ഉണ്ടായിരുന്ന പില്ലോ എടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് തന്നില്ല. കാരണം എൻ്റെ അമ്മയും കേട്ടു ഈ പറയുന്നത്, അമ്മ എനിക്ക് പില്ലോ വെക്കാൻ തന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പില്ലോ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്നു, എനിക്കൊന്ന് ഉറങ്ങണം, ഞാൻ എങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു പില്ലോ വേണ്ട, ഏതെങ്കിലും ഒരു ചെറിയ തിന്നായിട്ടൊരു ബ്ലാങ്കറ്റ് എനിക്ക് മടക്കി എൻ്റെ തലക്കടി വെച്ചുകൊണ്ടാകുന്നുള്ളൂ. അപ്പം അങ്ങനെ അമ്മ സമ്മതിക്കുന്നില്ല. ഞാൻ നിർബന്ധം പിടിച്ചിട്ട് അവസാനം തന്നു. ഞാൻ നല്ല ബോധം കേട്ടോ ഉറങ്ങുന്ന പോലെ ഉറങ്ങി, പില്ലോ വെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പം ഇത് ആ ചേച്ചി വന്ന് കണ്ടു. ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു മോളോടല്ലേ ഞാൻ പറഞ്ഞത് പില്ലോ വെക്കരുതെന്ന് മോളെ, അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, ഫ്യൂച്ചറിലേ നിങ്ങൾക്ക് പെയിൻ വരുള്ളൂ, നല്ല പെയിൻ ആയിരിക്കും, വെറുതെ അനുഭവിക്കാൻ നിൽക്കണ്ട, പില്ലോ എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അനുസരണയുള്ള പുത്രിയായി പില്ലോ വെച്ചില്ല. വീട്ടിൽ വന്നു, ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ നമ്മളെ സാമ്രാജ്യമല്ലേ, എന്ത് ചേച്ചി, എന്ത് നേഴ്സ്, എന്തമ്മ, ആര്, നമുക്ക് വേണ്ടത് പില്ലോ എടുത്ത് വെക്കുന്നു, നമ്മളെ സാമ്രാജ്യമായി. വീട്ടിൽ വന്നു. ഞാൻ പില്ലോ വെക്കാതിരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കള്ളമായിരിക്കും, ശ്രമിച്ചൊന്നുമില്ല. പില്ലോ വെക്കാതെ ഇരുന്നാലോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു, അത്രയും മാത്രം പറയാം. പക്ഷേ പറ്റൂല എന്ന് മനസ്സ് തന്നെ പറഞ്ഞു. ഞാൻ പില്ലോ വെച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പില്ലോ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു. മീൻസ് തിന്നായിട്ടുള്ള പില്ലോ ആയിരുന്നു കേട്ടോ, വലിയ കട്ടിയുള്ള പില്ലോയും അല്ല. ഉപയോഗിച്ചു. ഡെലിവറി കഴിഞ്ഞ് 2 മാസമായി, 5 മാസമായി, 1 വർഷമായി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഓർത്തത് കണ്ടോ, ഇതൊക്കെ വെറുതെ പറയുന്നത്, എന്ത് ഫ്യൂച്ചറിൽ പെയിൻ ഒന്നുമില്ല. എൻ്റെ മൈഗ്രെയിൻ പോലും എനിക്കില്ലാണ്ടായ സമയത്ത് 1 വർഷം കഴിഞ്ഞു. എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു തലവേദന വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ എൻ്റെ മൈഗ്രെയിൻ പിന്നെയും പുറകെ വന്നതാണ്. 1 വർഷം എനിക്കൊരു ഗ്യാപ്പ് തന്നേ ഉള്ളൂ എന്നൊക്കെ ഓർത്തു. പക്ഷേ സംഭവം മൈഗ്രെയിൻ അല്ല, മൈഗ്രെയിൻ്റെ ഒരു പെയിൻ അല്ല. മൈഗ്രെയിൻ്റെ പെയിൻ എനിക്കറിയാം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെടലിയാണ് വേദന. എൻ്റെ പെടലിക്ക് വേദന വന്ന് ആ പെയിൻ എനിക്ക് തലവേദനയായിട്ട് മാറുന്ന ഒരവസ്ഥ. അപ്പോൾ എവിടെ കൊണ്ടുപോയി ബാം പുരട്ടണമെന്ന് എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നില്ല. തലയിൽ വെക്കണോ അതോ പെടലിയിൽ വെക്കണോ, എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. സാധാരണ മൈഗ്രെയിൻ എനിക്ക് വരാറുള്ളത് നമുക്കിങ്ങനെ മീൻസ് ഫുഡിൻ്റെ ഒരു ടൈം തെറ്റിയാൽ, അല്ലെങ്കിൽ സൺലൈറ്റ് വല്ലാണ്ട് അടിച്ചാൽ, അങ്ങനെയൊക്കെയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കാം മൈഗ്രെയിൻ ഉള്ളവർ. മീൻസ് ഞാനിങ്ങനെ ഒരു ഷോളൊക്കെ വെച്ച് എൻ്റെ തലയൊക്കെ മുറുക്കി കെട്ടി വെക്കും. അങ്ങനെയൊക്കെ കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. 1 ദിവസം കൊണ്ടൊക്കെ പോകുന്ന പെയിൻ പിന്നെ എനിക്ക് ഈ ഒരു ഡെലിവറിക്ക് ശേഷം എനിക്ക് വരുന്ന ആ ഒരവസ്ഥ 2 ദിവസം നിൽക്കുന്നു, 3 ദിവസം നിൽക്കുന്നു. ടാബ്ലറ്റ് പെയിൻ കില്ലർ കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞിനും കൂടെ എഫക്റ്റ് ചെയ്യത്തില്ലേ, അതുകൊണ്ട് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആദ്യം എനിക്കതൊന്നും ഓടിയില്ല. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് പെടലി വേദന എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. പെടലി വേദന വിത്ത് ഹെഡ് ഏക്ക്. അപ്പം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വീക്ക്ലി ഒരു വീക്ക്ലി 2 ഒക്കെ എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് മാറ്റം വന്നു. മന്ത്ലി ഒരു 2 ആയി, അല്ലെങ്കിൽ മന്ത്ലി ഒരു 4 ടൈം അല്ലെങ്കിൽ ഒരു 5 ടൈം എന്ന് പറയുന്ന പോലെ വരാൻ തുടങ്ങി. നല്ല പെടലി വേദന, നല്ല ഹെഡ് ഏക്ക്, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് പെയിനാണ്, അത്രയ്ക്ക് പെയിൻ. പിന്നെ അത് മാത്രമല്ല, അത്രയും നാളും ഈ പെടലി ഒന്ന് വെട്ടുക എന്നുള്ളത് എനിക്കൊരു കേട്ടുകേൾവി മാത്രമായിരുന്ന ഞാൻ പിന്നെ അത് അനുഭവിക്കാൻ തുടങ്ങി. മീൻസ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പെടലി വെട്ടാൻ തുടങ്ങി. കാരണം ആ ഒരു സമയത്ത് ആ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞതാണ്, മോളെ പില്ലോ ഉപയോഗിക്കരുത്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നം വരും എന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അനുസരിക്കാൻ പറ്റും. ആ ചേച്ചി എന്താ ആ ചേച്ചിയുടെ നന്മയ്ക്കാണ് പറഞ്ഞത്, ഇവിടെ ഞാൻ ആ ചേച്ചിയുടെ സ്വന്തം മോളാണോ? ഒന്നുമല്ല. പക്ഷെ ആ ചേച്ചി എന്നെ സ്വന്തം മോളായി കണ്ട് സ്നേഹത്തോടെ എനിക്ക് പറഞ്ഞു തന്ന കാര്യം ഞാൻ ഇഗ്നോർ ചെയ്തു, ഞാൻ മൈൻഡാക്കിയില്ല. മീൻസ് എനിക്ക് പില്ലോ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു എൻ്റെ ഒരു നിഷേധത്താൽ ഞാൻ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തീരെ എനിക്കിപ്പോൾ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെടലി വേദന നമുക്ക് സാധാരണ ഇത്രയുടെ ബോട്ടിലല്ല ടൈഗർ ബാം ഉണ്ടാവുക. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ മുഴുപ്പുള്ള ടൈഗർ ബാം കിട്ടും കേട്ടോ, നമ്മുടെ വൈറ്റ് കളർ. അത് ഒരു 1.5 മാസമായുള്ളൂ എനിക്ക് ഇച്ചാൻ അതൊന്ന് വാങ്ങിക്കൊണ്ട് തന്നിട്ട്. അതിപ്പോൾ ബോട്ടിൽ തീരാനായി. ഞാൻ അത്രയ്ക്ക് എനിക്കത് ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഇത് ഞാനായിട്ട് ഒപ്പിച്ച് വെച്ച ഒരു
മിസ്റ്റേക്കാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളോടും എൻ്റെ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, എനിക്ക് വന്ന ഗതി നിങ്ങൾക്ക് വരരുത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മക്കളെ നിങ്ങൾക്ക് സഹിക്കാനാവില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയം വട്ട് പിടിക്കുന്ന പോലെ. ഇപ്പോൾ എൻ്റെ കണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഇടിമിച്ചൊക്കെ ഇരിക്കുന്നില്ലേ, നിങ്ങൾക്ക് ക്യാമറയെ തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണൊക്കെ ഇടിമിച്ച് എൻ്റെ ഫേസ് തന്നെ ഒരു വല്ലാണ്ടായി, എനിക്ക് താങ്ങാനാവില്ല. ഇപ്പം പിന്നെ എനിക്ക് പെയിൻ കില്ലർ കഴിക്കാൻ കാരണം ജോയിൻ ഫീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ എന്നാലും ഞാനൊരു പെയിൻ കില്ലർ കഴിക്കുന്ന കൊള്ളത്തില്ലല്ലോ. പെയിൻ കില്ലർ കഴിക്കാതെ ഞാനിങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ്. കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് എൻ്റെ പെടലി ഒരു സേഫായിട്ടുള്ള പൊസിഷനിലല്ല കിടക്കുന്നെങ്കിൽ അപ്പോൾ എനിക്ക് പെടലി വേദന, അതോടൊപ്പം തന്നെ തലവേദന. ഇത് നിങ്ങൾക്ക് വരും, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. നിങ്ങളിത് തെറ്റിക്കരുത്. ഞാൻ ഈ ചെയ്ത നിഷേധത്തരം നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഞാൻ മിക്കവാറും ഇനി ഒരു ലൈഫ് ലോങ് ഒരു ഹെഡേക്കിനൊരു അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണല്ലോ. കാരണം നമ്മളൊരു 45 ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ പില്ലോ ഉപയോഗിക്കരുത്. ഫ്ലാറ്റായിട്ട് കിടക്കുക. എസ്പെഷ്യലി സിസേറിയൻ കഴിഞ്ഞവർ. നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ കൂടെയും പില്ലോ ഉപയോഗിക്കരുത്. ഒരു 1.5 മാസത്തേക്ക് പില്ലോ ഉപയോഗിക്കരുത്. ഇനി സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കാതിരിക്കുക മക്കളെ. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ മൈൻഡാക്കാതെ വിടുകയാണെങ്കിൽ നിങ്ങളത് പിന്നീട് അനുഭവിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് ഒരു വർഷം, അല്ലെങ്കിൽ ഒരു വർഷവും വേണ്ട, ചിലർക്ക് ഒരു 3 മന്ത്. ഞാൻ കുറേ പേരോട് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പില്ലോ ഉപയോഗിച്ചതൊക്കെ ഇപ്പം ഹെഡേക്ക് കൊണ്ട് സഫർ ചെയ്യണം. അല്ലാതെ ഒരു 3 മന്ത് അല്ലെങ്കിൽ 6 മന്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലർക്ക് നേരത്തെ വരാം, ചിലർക്ക് താമസിച്ച് വരാം. എനിക്ക് താമസിച്ച് വന്നു. 1 ഇയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. എനിക്ക് ഭയങ്കര അവസ്ഥയിലാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് പെടലി വെട്ടുന്നു. ഈ പെടലി വേദന, തലവേദന. എൻ്റെ മക്കളെ, വെറുതെ നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. ഈ ചേച്ചിക്ക് ഇത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. അനുസരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അനുസരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഡെലിവറിക്ക് ശേഷം ഒരു 45 ദിവസം, ഒരു 1.5 മാസം മാത്രം നിങ്ങളൊന്ന് പില്ലോ ഇല്ലാതെ ഒന്ന് കിടന്നു നോക്കൂ. ഒരു ചെറിയ തിന്നായിട്ടുള്ള പോലെ ഒരു തുണി പോലും നിങ്ങളുടെ തലയ്ക്കടിയിൽ വേണ്ട. അപ്പം ഞാൻ പില്ലോ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടെയും ഞാൻ ഈ ഒരു കൈ ഇങ്ങനെ മടക്കി ഇതിൽ കിടക്കുന്ന ഒരാളാണ്. ആ ഒരു തട്ടെങ്കിലും അത്രയും ഹൈറ്റെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ തല ഫ്ലാറ്റായിട്ട് കിടക്കണം. ബോഡി നിങ്ങൾ ഫ്ലാറ്റായിരിക്കണം. നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്കൊരു ദോഷം വരാതിരിക്കാനാണ് ഈ ചേച്ചി പറയുന്നത്. അല്ലെ നിങ്ങൾ ചേച്ചിയായിട്ടും എന്നെ ഫ്രണ്ടായിട്ടും കാണുന്ന ഒത്തിരി ആൾക്കാർ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ മക്കളെ, വെറുതെ റിസ്ക് എടുക്കരുത്. പില്ലോ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോ. എന്നെ കണ്ടല്ലോ, എൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ. ഞാനീ പറയുന്നൊന്നുമല്ല, അത്രയ്ക്ക് എൻ്റെ തലയെല്ലാം പൊട്ടി ഇപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു അവസ്ഥയിൽ തന്നെ വന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ. എൻ്റെ കുഞ്ഞുമക്കളോട് ചേച്ചിയുടെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും എല്ലാവരിലും എത്തിക്കുക. പ്രൊമോഷന് വേണ്ടിയിട്ടോ വേറൊന്നിനും വേണ്ടല്ല, ഇതെല്ലാവരും ഒന്ന് അറിയട്ടെ. ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരെയും നിങ്ങൾ മാക്സിമം ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.